ഹലോ. ലാസ്റ്റ് ക്ലാസ്സില് ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ടായിട്ടില്ലേ? കെന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. ആൻസർ കിട്ടിയായിരുന്നോ? ആർക്കെങ്കിലും കെന്റെ വാല്യൂ കിട്ടിയോ? ഹോംവർക്ക് ഒക്കെ കൃത്യമായിട്ട് ചെയ്യണം. ചെയ്ത് വന്നാലേ ആൻസർ കറക്റ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാവും. ആൻസർ 3/20 കറക്റ്റ് ആണ്. ആൻസർ k = 3/20 ആണ്. ഇതുപോലെ ഇനി ഹോംവർക്ക് തരുമ്പോ എല്ലാവരും ചെയ്തിട്ട് വരും. അടുത്തത് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. സൈഡ് ഹെഡിങ് എഴുതിക്കോ. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. റാൻഡം വേരിയബിളിന്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് പറയാൻ പോകുന്നത്. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് discrete random variable. Discrete random variable ന്റെ വാല്യൂസ് x, x1, x2, etc. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് ആന്ന് പറഞ്ഞു. ആ വാല്യൂസിനെ നമുക്ക് എടുക്കാൻ പറ്റും. 1, 2, 3 എന്നുള്ള ഫോമിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന റാൻഡം വേരിയബിളിനാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി p of x എന്ന് പറയുന്നത് p1, p2, എക്സെട്ര pn ആണെങ്കിൽ ഇതാണ് ഈ റാൻഡം വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എങ്കിൽ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. മീൻ ഈക്വൽ ടു ഇമ്പോർട്ടന്റ് ആണ്. മീൻ ഓഫ് എക്സ് ഓർ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നും പറയും കേട്ടോ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈസ് മീനിനെ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് മ്യൂ ആണ്. മ്യൂ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന് ഇ ഓഫ് എക്സ് എന്നും പറയും. ഇ ഓഫ് എക്സ് ഈക്വൽ ടു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെങ്കിലാണ് സിഗ്മ ഐ ഈക്വൽ ടു 1 to n xi ഇൻറ്റു പി ഐ. അതായത് ഓരോ എക്സ്ഐനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഐ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അതായത് ഇവിടെ ഐക്ക് 1 ഇട്ട് കൊടുക്കുവാണെങ്കിൽ x1 p1 വരും. സമ്മേഷൻ ആണ് സിഗ്മ. പ്ലസ് ഐക്ക് 2 ഇട്ട് കൊടുക്കുവാണെങ്കിൽ x2 p2 വരും. ഐക്ക് 3 ഇട്ട് കൊടുക്കുവാണെങ്കിൽ x3 p3 വരും. അപ്പൊ ഈ സമ്മേഷനെ നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരും. x1 p1 പ്ലസ് x2 p2 പ്ലസ് x3 p3 പ്ലസ് എക്സെട്ര പ്ലസ് അതിന്റെ വാല്യൂ n വരെയാണ്. അപ്പോൾ ലാസ്റ്റ് വാല്യൂ xn pn. ഇതാണ് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി വേരിയൻസ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. അതായത് റാൻഡം വേരിയബിൾ എക്സിന്റെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ തന്നാല് അതിന്റെ മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് മ്യൂ ഈക്വൽ ടു ഇ ഓഫ് എക്സ്. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഇ ഓഫ് എക്സ് ആണെങ്കിൽ ഇവിടെ ഒരു എക്സ് വരും. എക്സ് ഇൻറ്റു പി ഐ, എക്സ് ഐ ഇൻറ്റു പി ഐ. അതുപോലെ വേരിയൻസ് കണ്ടുപിടിക്കാനും ഫോർമുലയുണ്ട്. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാല് വേരിയൻസ് ഓഫ് എക്സ് ഡിനോട്ട് ചെയ്യുന്നത് വി ഓഫ് എക്സ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. വേരിയൻസ് എന്ന് പറയുന്നതും സിഗ്മ സ്ക്വയർ എന്നുള്ള നൊട്ടേഷൻ ഉണ്ട്. സിഗ്മ സ്ക്വയർ ഈക്വൽ ടു വി ഓഫ് എക്സ് ഈക്വൽ ടു ഫോർമുല ഇതാണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇവിടെ മീൻ ആണ്. നേരത്തെ കണ്ടുപിടിച്ച മ്യൂ ഈക്വൽ ടു ഇ ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് ഇത്. അതിന്റെ സ്ക്വയർ ആണ് ഇത്. ഇ ഓഫ് എക്സ് സ്ക്വയർ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് ഐ ഈക്വൽ ടു 1 to n എക്സ് സ്ക്വയർ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു പി ഐ. അതായത് ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി. ഇ ഓഫ് എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് ഐ ഇൻറ്റു പി ഐ വരും. ഇ ഓഫ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയർ ഐ
xi സ്ക്വയർ ഇൻറ്റു പി ഐ വരും. ഇനി ഇ ഓഫ് എക്സ് ക്യൂബ് ആണെങ്കിൽ എന്തായിരിക്കും വരുക? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ക്യൂബ് ഇവിടെ ആവശ്യമില്ല, എന്നാലും ഇ ഓഫ് എക്സ് ക്യൂബിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും പറഞ്ഞേ? എക്സ് ഇ ഓഫ് എക്സ് ആണെങ്കിൽ എക്സ് ഐ ഇൻറ്റു പി ഐ വരും. സിഗ്മ എക്സ് ഐ ഇൻറ്റു പി ഐ. ഇ ഓഫ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് ഐ സ്ക്വയർ ഇൻറ്റു പി ഐ വരും. അങ്ങനെയാണെങ്കിൽ ഇ ഓഫ് എക്സ് ക്യൂബ് ആണെങ്കിൽ എന്താ വരുക പറഞ്ഞേ ആകാശ്? ഹലോ, ആകാശ് SI ക്യൂബ് PI. ഒന്നുകൂടി പറയോ? XI ക്യൂബ് PI. എക്സ് ഐ ക്യൂബ് ഇൻറ്റു പി ഐ. സിഗ്മ ഉണ്ടാവേ, സിഗ്മ എക്സ് ഐ ക്യൂബ് പി ഐ. അത്രയേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇ ഓഫ് ഇത് ഇവിടെ ആവശ്യമില്ലേ, ഞാൻ മനസ്സിലാകാൻ പറഞ്ഞതാണ്. ഇ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു ഐ ഈക്വൽ ടു 1 to n എക്സ് ഐ സ്ക്വയർ പി ഐ മാത്രം മതി. അപ്പൊ വേരിയൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കിട്ടും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഇതിന്റെ സ്ക്വയർ റൂട്ട് ആണ്. വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ നമുക്ക് അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു ഡീവിയേഷൻ, അതിന്റെ സിമ്പല് സിഗ്മയാണ്. വേരിയൻസിന്റെ സിമ്പല് സിഗ്മ സ്ക്വയർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയാണ്. ഈക്വൽ ടു റൂട്ട് ഓഫ് ഇ ഓഫ് എക്സ് ആണ്. ഫോർമുലാസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്യണേ, ഇമ്പോർട്ടന്റ് ആണ്. മീൻ എന്ന് പറയുന്ന മ്യൂ ഈക്വൽ ടു ഇ ഓഫ് എക്സ് ആണ്. വേരിയൻസ് എന്ന് പറയുന്നത് ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കും വേരിയൻസും മീനൊക്കെ കണ്ടുപിടിക്കാൻ. നോട്ട് ചെയ്ത് വെച്ചോ. കംപ്ലീറ്റ് ആയില്ലേ? നോട്ട് ചെയ്തില്ലേ? ഓക്കെ. ഓക്കെ, അടുത്തത് ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. പ്രൂഫ് ഒന്നും വേണ്ട, പ്രോപ്പർട്ടി മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു, ഈ എക്സും വൈയും റാൻഡം വേരിയബിൾ ആണ്. ഇ ഓഫ് എക്സ് പ്ലസ് ഇ ഓഫ് വൈ where x and y are random variable. അടുത്ത പ്രോപ്പർട്ടി ഇ ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ ഇൻറ്റു ഇ ഓഫ് എക്സ് പ്ലസ് ബി ആയിരിക്കും. വേർ എ ആൻഡ് ബി ആർ കോൺസ്റ്റന്റ്. എ ആൻഡ് ബി ആർ കോൺസ്റ്റന്റ്. അടുത്ത പ്രോപ്പർട്ടി വി ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എ സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ് ആണ്. ഇത് ക്യാപിറ്റൽ എക്സ് ആണ്. വി ഓഫ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു വി ഓഫ് എക്സ്. അവിടെ ബി ഉണ്ടാവില്ല കേട്ടാ, വേരിയൻസിന്റെ കേസിൽ ബി ഉണ്ടാവില്ല. എ സ്ക്വയർ വി ഓഫ് എക്സ് ആണ്. എക്സ്പെക്ടേഷന്റെ കേസിൽ കോൺസ്റ്റന്റ് ഉണ്ടാവും. എ ഇൻറ്റു വി ഓഫ് എക്സ്, ഇ ഓഫ് എക്സ് പ്ലസ് ബി ആയിരിക്കും. ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാറുണ്ട്. എല്ലാരും ഒന്ന് നോട്ട് ചെയ്തോട്ടാ.
പിന്നെ വർക്ക് ചെയ്യാത്ത അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. A random variable x has a following probability distribution. A random variable x has a following probability distribution. A random variable x has a following probability distribution. A random variable x has a following probability distribution. X എന്ന് പറയുന്നത് പെന്ന് വർക്ക് ചെയ്യുന്നില്ല കേട്ടോ, മൗസ് കൊണ്ടാണ്. -2, -1, 0, 1, 2, 3. കറസ്പോണ്ടിങ് P of x എന്ന് പറയുന്നത് 1/10. K 0ന്റെ പ്രോബബിലിറ്റി 1/5. വണ്ണിന്റെ പ്രോബബിലിറ്റി 2k. ന്റെ പ്രോബബിലിറ്റി ഒരു മിനിറ്റ്. ന്റെ പ്രോബബിലിറ്റി 3/10. ന്റെ പ്രോബബിലിറ്റി 3k. കമ്പ്യൂട്ട് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ട് k. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ്. മീൻ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ E of 4x + 1. അതായത് ഒന്നാമത്തെ ഫൈൻഡ് k. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മീൻ ആൻഡ് വേരിയൻസ് ഫൈൻഡ് mean and variance of x. Mean v of x എഴുതിയാൽ മതി. Find v of x. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ E of 4x plus 5. ഇന്നത്തെ പെന്ന് വർക്ക് ചെയ്യുന്നില്ല, മൗസ് കൊണ്ട് എഴുതുന്നോണ്ടാ ഇങ്ങനെ കേട്ടാ. അടുത്തത് ഇതന്നെ v of 4x plus 5. k കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇത് pi ആണ്. കറസ്പോണ്ടിങ്
പ്രോബബിലിറ്റി ആണ് പി എന്ന് പറയുന്നത്. ചെയ്യേണ്ടത് ഇതാണ്. ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്താല് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. 1/10 പ്ലസ് കെ പ്ലസ് 1/5 പ്ലസ് 2k പ്ലസ് 3/10 പ്ലസ് 3k ഈക്വൽ ടു 1 ഇട്ട് കൊടുത്ത് കെന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ. അതായത് സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആ നമുക്കറിയാം. സിഗ്മ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. എന്നിട്ട് എല്ലാ എഫ് ഓഫ് എക്സും ആഡ് ചെയ്യും. 1/10 പ്ലസ് കെ പ്ലസ് നിങ്ങൾ ചെയ്യട്ടാ. 1/10 പ്ലസ് കെ പ്ലസ് 1/5 പ്ലസ് 2k പ്ലസ് 3/10 പ്ലസ് 3k ഈക്വൽ ടു 1. എന്നിട്ട് കെന്റെ വാല്യൂ കണ്ടുപിടിക്കുക കേട്ടാ. കെന്റെ വാല്യൂസ് കണ്ടുപിടിച്ച് പറഞ്ഞേ. ഓക്കെ. അപ്പൊ 1/10 പ്ലസ് 1/10 പ്ലസ് കെ പ്ലസ് 1/5 പ്ലസ് 2k പ്ലസ് 3/10 പ്ലസ് 3k ഈക്വൽ ടു 1. അപ്പം ഡിനോമിനേറ്ററിലുള്ള ഈ കെന്റെ കോഎഫിഷ്യന്റുകളെല്ലാം ആഡ് ചെയ്യുക. കെ പ്ലസ് 2k പ്ലസ് 3k എന്ന് പറഞ്ഞാൽ എത്ര വരുക? 6k വരും. 6k പ്ലസ് ബാക്കി ഒരുമിച്ച് എഴുതുക. 1/10 പ്ലസ് 1/5 പ്ലസ് 3/10 ഈക്വൽ ടു 1. ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കെന്റെ വാല്യൂ കിട്ടും. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? കെന്റെ വാല്യൂ ആർക്കെങ്കിലും കിട്ടിയോ? എത്ര കിട്ടിയേ? 1/50. കറക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ കിട്ടും. 6k പ്ലസ് എന്തായിരുന്നു? 1/10 പ്ലസ് 1/10 പ്ലസ് 2/10 പ്ലസ് 3/10 വരും. അതായത് 1/5ന്റെ ഡിനോമിനേറ്റർ 10 ആക്കിയാൽ നമുക്ക് 2/10 എഴുതാം. ഈക്വൽ ടു 1. കെന്റെ 6k പ്ലസ് 6/10 ഈക്വൽ ടു 1 വരും. അപ്പൊ 6k ഈക്വൽ ടു 1 മൈനസ് 6/10 ഈക്വൽ ടു 4/10 ഈക്വൽ ടു, അപ്പൊ 6k ഈക്വൽ ടു 4/10 ഇംപ്ലൈസ് k ഈക്വൽ ടു 4/10 ഇൻറ്റു 1/6. ഇതും
ഇതും ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 വെച്ച് കട്ട് ചെയ്താൽ ഇത് 3 വരും. അപ്പോൾ 2/13 വരും. 2/13 നമുക്ക് 1/15 എഴുതാം. അപ്പൊ കെന്റെ വാല്യൂ 1/50. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മീൻ ആണ്. മീൻ ഈക്വൽ ടു ഇ ഓഫ് എക്സ് ആണ്. ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ സിഗ്മ ഐ ഈക്വൽ ടു 1 to n xi pi ആണ്. xi pi എന്ന് പറഞ്ഞാൽ നമ്മൾ കെന്റെ വാല്യൂ കണ്ടുപിടിച്ചതുകൊണ്ട് നമ്മൾ ആ കെന്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുക്കണം. എക്സ് കറസ്പോണ്ടിങ് പി ഐ, xi കറസ്പോണ്ടിങ് പി ഐ. എക്സിന്റെ വാല്യൂ -2 -1 0 1 2 3 ആയിരുന്നു. -2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 1/10 ആണ് തന്നിട്ടുണ്ട്. -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി തന്നത് കെ ആയിരുന്നു. കെന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 1/15. അപ്പൊ 1ന്റെ താഴെ 1/15 എഴുതാം. 0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 1/5 ആയിരുന്നു. അത് കോൺസ്റ്റന്റ് ആണ്, അത് അങ്ങനെ എഴുതാം. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 2k ആണ്. അപ്പോൾ k 1/15 ആയതുകൊണ്ട് നമുക്കിത് 2/15 എഴുതാം. 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 3/10 ആണ്. അപ്പോൾ ഇവിടെ 3/10 എഴുതാം. 3ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 3k ആണ്. അപ്പോൾ 3/15 വരും. അപ്പോൾ ഈ മീൻ എന്ന് പറയുന്നത് xi ഇൻറ്റു പി ഐ ആണ്. അപ്പോൾ i 1 ആകുന്ന കേസിൽ ഇത് രണ്ടും ഇൻറ്റു ചെയ്ത് കൊടുക്കുക. xi pi എന്ന് പറഞ്ഞാൽ ഓരോ റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഇൻറ്റു ചെയ്ത് കൊടുക്കുക. അതായത് -2 ഇൻറ്റു 1/10 പ്ലസ് -1 ഇൻറ്റു 1/15 പ്ലസ് ഇങ്ങനെ -2 ഇൻറ്റു 1/10 -1 ഇൻറ്റു 1/15 0 ഇൻറ്റു 1/5 1 ഇൻറ്റു 2/15 2 ഇൻറ്റു 3/10 3 ഇൻറ്റു 3/15. ഇതൊക്കെ ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ കിട്ടും. ഇപ്പൊ 2/10 -1 ഇൻറ്റു -15 -1/15 0 ഇൻറ്റു 1/5 0 ഇത് 2/15 ഇത് 6/10 ഇത് 9/15. സിംപ്ലൈസ് ഇതിന്റെ വാല്യൂ എത്ര വരുക? എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ 15 ആക്കിയാല് (2/10) ആർക്കെങ്കിലും ആൻസർ കിട്ടിയ 2/10 പ്ലസ് 6/10 ഒരുമിച്ച് എഴുതാം. -1/15 -1/15 2/15 1/15 1/15 പ്ലസ് 9/15 എന്ന് പറഞ്ഞാൽ 10/15 എഴുതാം. പ്ലസ് 10/15 ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാം. LCM 13 എടുത്താൽ, അതായത് 10ന്റെയും 15ന്റെയും LCM 13 ആണ്. പൊതുവായിട്ട് പോകുന്നത് 13 ആണ്. അപ്പോ ഇവിടെ റെഡിയാക്കിയാല് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് 6 പ്ലസ് 18 പ്ലസ് 20. ഫൈനൽ ആൻസർ 20 plus 18 38 plus 6 40 4 divided by 13 വരും. ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ആൻസർ 16 divided by 15 ആണ്. ആൻസർ മൈനസ് ഇട്ടിട്ടില്ല, നെഗറ്റീവ് ഇട്ടിട്ടില്ല ഫസ്റ്റത്തെ. എവിടെയാണ്? 2/10 എന്നുള്ളത്. 2/10. ഓക്കെ,
-2/10. അപ്പൊ ഇവിടെ മൈനസ് വരും. അപ്പൊ 38 - 6 32. 32 ഡിവൈഡഡ് ബൈ 30 വരും. 16 ഡിവൈഡഡ് ബൈ 15 വരും. ഇതാണ് ആൻസർ. 16 ഡിവൈഡഡ് ബൈ 15. ഓക്കെ അല്ലേ? ഇത് മീൻ ആണ്. ഇനി വേരിയൻസ് കണ്ടുപിടിക്കാൻ E(x²) കണ്ടുപിടിക്കുക. മീൻ കണ്ടുപിടിക്കാൻ വേരിയൻസ് കണ്ടുപിടിക്കാൻ E(x²). E(x² എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഇതാണ്. I = 1 to n xi² into pi. അതായത് റാൻഡം വേരിയബിളിന്റെ എല്ലാ സ്ക്വയർ -2. ആദ്യത്തെ റാൻഡം വേരിയബിൾ -2 ആണ്. -2² ഇൻറ്റു അതിന്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി 1/10 പ്ലസ് അടുത്തത് -1² ഇൻറ്റു -1ന്റെ പ്രോബബിലിറ്റി k ആണ്. അപ്പൊ 1/15 പ്ലസ് 0 ഇൻറ്റു 1/5 പ്ലസ് 1 ഇൻറ്റു 2/15 പ്ലസ് 1² ഉണ്ട് 2² ഇൻറ്റു 3/10 പ്ലസ് 3² ഇൻറ്റു 3/15. ഇത് സോൾവ് ചെയ്താൽ E(x²) കിട്ടും. അതായത് 4/10 പ്ലസ് 1/15 പ്ലസ് 0 പ്ലസ് 2/15 പ്ലസ് 12/10 പ്ലസ് 27/15. ഇത് സിംപ്ലിഫൈ ചെയ്താൽ E(x²) കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ഇതാണ്. 54 ഡിവൈഡഡ് ബൈ ചെയ്ത് നോക്കണേ. 54 ഡിവൈഡഡ് ബൈ 60. അങ്ങനെയാണെങ്കിൽ V(x) എന്ന് പറയുന്നത് ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ E(x² മൈനസ് E(x)² വരും. E(x² എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയത് 54 ഡിവൈഡഡ് ബൈ 15 മൈനസ് E(x) എന്ന് പറഞ്ഞാല് നേരത്തെ ചെയ്തിട്ടുണ്ടായി മീൻ എന്ന് പറഞ്ഞാല് എത്രയായിരുന്നു മീന് 16 ഡിവൈഡഡ് ബൈ 15. അത് സിംപ്ലിഫൈ ചെയ്താല് ഇത് സ്ക്വയർ ഉണ്ട് E(x²). ഇത് സിംപ്ലിഫൈ ചെയ്താല് ആൻസർ ഇതാണ്. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്താലും മതി കേട്ടാ. മാനുവലായിട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. 225 ഈക്വൽ ടു 2.4622 വരും. പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്വസ്റ്റിനകത്ത് ചോദിച്ചത് E(4x + 5) ആണ്. അവിടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. E(ax + b) എന്നുള്ള പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ മതി. 4 ഇൻറ്റു E(x + 5) ആണ്. E(x) നമ്മൾ നേരത്തെ ചെയ്തതാണ്. 4 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 15 പ്ലസ് 5. അത് ചെയ്താൽ ഇതിന്റെ ആൻസർ കിട്ടും. അതുപോലെ V(4x + 5) എന്ന് പറഞ്ഞാല് 4² ഇൻറ്റു V(x) ആണ്. V(x) ഇപ്പൊ ഇവിടെ ചെയ്തത് ആ വാല്യൂസ് ആഡ് ഇട്ട് കൊടുത്താൽ ഇതിന്റെ ആൻസറും കിട്ടും. ഇങ്ങനെയാണ് മീനും വേരിയൻസും കണ്ടുപിടിക്കേണ്ടത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. കംപ്ലീറ്റ് ആയില്ലേ എല്ലാരും? ക്ലിയർ അല്ലേ? ഓക്കെ, കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, താങ്ക് യു.